അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം സിനിമയിൽ പണിയെടുത്താൽ എത്ര കാശ് കിട്ടും? ഒരു ദിവസം ഈ മറ്റേ കലാരംഗത്ത് ചെന്നാൽ എന്ത് കിട്ടും? ഇപ്പൊ സിനിമയിൽ എന്തായാലും ഇപ്പോ പൈസ കുറവായിരിക്കും. സിനിമ എനിക്കാണ് ആവശ്യം, സിനിമയ്ക്ക് നിങ്ങൾ ആവശ്യമില്ല. എന്നെ ഇപ്പം ആവശ്യമില്ല. അത് മമ്മൂക്ക തന്നെ പറഞ്ഞ ഡയലോഗുണ്ട്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക തന്നെ പറഞ്ഞൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല, എനിക്കാണ് ഇപ്പോഴും സിനിമയെ ആവശ്യം. അത് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് ഏറ്റവും നല്ല വാക്കാണ്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സും എല്ലാവരും കേട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും വലിയ താങ്കളെപ്പോലെ ഒരാൾ ആ വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരിയല്ലടാ, സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല, മമ്മൂക്കയുടെ ശബ്ദവും ആ വേദികൾ എനിക്കും ആവശ്യമാണ്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ വേദികളിൽ എന്നെ ഉപദ്രവിച്ചതല്ലേ? ഒന്ന് എന്തെങ്കിലും ഒന്ന് എന്നെ തന്നെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്കും സന്തോഷമാകും, എൻ്റെ കുടുംബത്തിനും. കണ്ണാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണുകടി ഈ ആഴ്ച കടന്നു ചെല്ലുന്നത് ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ. 110 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ സ്ഥാനം ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ 156. അതിന് ശേഷം വേറൊരു സ്ഥാനമില്ല ഇപ്പോൾ കിട്ടിയത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ നടത്തി ലോക ശ്രദ്ധ ആകർഷിച്ച പോൾ നീരാളി അന്തരിച്ചു. ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് നേടുമെന്ന ചോദ്യത്തിന് ചിരിച്ചാണ് നീരാളി അന്തരിച്ചത്. നന്ദി, നമസ്കാരം. കുടുംബാംഗങ്ങൾ